നമസ്കാരം. ഇന്ന് നമുക്ക് പിടി ഉണ്ടാക്കിയാലോ? പിടി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന പച്ച അരിപ്പൊടിയാണ്. പച്ച അരിപ്പൊടി ചെറിയ ചൂടുവെള്ളത്തിൽ ശകല ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കുക. നമ്മുടെ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന കണക്ക് നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം അതിനെ ചെറിയ ചെറിയ ഇതുപോലെ കുഞ്ഞു ഉരുളകളാക്കി മാറ്റുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ആക്കിയതിന് ശേഷം ആവിയിൽ വെച്ച് വേവിക്കാവുന്നതാണ്. പച്ച അരിപ്പൊടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ആവിയിൽ വെച്ച് ഞാൻ വേവിച്ചെടുത്തത്. പുട്ടിൻ്റെ പൊടി അല്ലെങ്കിൽ വറുത്ത പൊടിയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ദകം വേവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. പിന്നീട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് വേണ്ടത്. അത് നന്നായിട്ട് ചതച്ചതിന് ശേഷം കുറച്ച് അരിമാവ് വെള്ളത്തിൽ കലക്കിയതിലേക്ക് ഈ ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർക്കുക. അതിനുശേഷം ഇതിലേക്ക് തന്നെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുക. അതുപോലെ കുറച്ച് ജീരകം പൊടിച്ചതും ചേർക്കാവുന്നതാണ്. ഇവിടെ എൻ്റെ കയ്യിൽ ഗ്രേറ്റഡ് കോക്കനട്ടാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചിരകിയ തേങ്ങ ആണ് ചേർത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് തേങ്ങ പാൽ ചേർത്ത് നമുക്കിത് ഉണ്ടാക്കാം. പക്ഷെ ചെറുതായിട്ട് പിടി കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തേങ്ങ കടിക്കുമ്പോൾ നല്ല സ്വാദാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. നന്നായിട്ട് വെന്ത ഉരുളകൾ നമ്മൾ പതിയെ ഈ മിശ്രിതത്തിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക. ചൂട് കയറുമ്പോൾ നന്നായി കുറുകി വരും. നമുക്ക് ആവശ്യാനുസൃതം ഇതിൻ്റെ കുറുക്ക് നമുക്ക് പാകത്തിനെടുക്കാം. നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ തീയിൽ നന്നായിട്ട് കുറുകിയെടുക്കാം. അതല്ല ഇച്ചിരി ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ലൂസാക്കി മാറ്റാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു വിഭവമാണ് ഈ പിടി. നമുക്ക് നോൺ വെജ്, അതായത് പിടി കോഴിക്കറിയുടെ കൂടെ അതുപോലെ ഇറച്ചിക്കറിയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഈസ്റ്ററിനും നോമ്പ് തുറക്കൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഇത് വളരെ നല്ലതാണ്, ആരോഗ്യത്തിനും നല്ലതാണ്. ഓക്കെ ദെൻ, ബൈ.